പലരും പറയേണ്ടവര് ത്വക്കും വിസർജനാവയവമാണെന്ന്. അല്ല, ഇന്ദ്രിയങ്ങളൊന്നും വിസർജനാവയമല്ല. മൂക്കട്ട വഴിക്കാനെന്ന് പറഞ്ഞ മാതിരിയാ. മൂക്കന്റെ വച്ചക്കാണ് മൂക്കട്ട കളയാനോ? വിസർജനാവയമാണോ മൂക്ക്? കണ്ണിപ്പിള കളയാനാണോ കണ്ണ്? ചെവിക്കാട്ടം കളയാനാണോ ചെവിയും പൊട്ടി വലിക്കാനാണോ? അല്ല. ഇത് വിസർജനാവയവങ്ങളെല്ലാം ഇന്ന് മനുഷ്യന്റെ സകല ഇന്ദ്രിയങ്ങളും വിസർജനാവയങ്ങളും മാറിയിരിക്കുക അവന്റെ ജീവിതത്തിന്റെ ആ വൈകൃതം കൊണ്ടും വൈകല്യം കൊണ്ടും. അപ്പൊ ശരീരത്തില് അടിഞ്ഞുകൂടുന്നതായിട്ടുള്ള വിഷമയമായ വസ്തുക്കള് പുറത്തു കളയണം. ഈ പുറത്തു കളയ ജോലി സാധാരണ രീതിയിൽ നടക്കാതെ വരുമ്പോൾ, ഇത് ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ ഇത് പുറത്തു കളയണം. കുറെ എല്ലാം ശരീരം സഹിക്കും. സഹനശക്തിയുണ്ട്, വച്ചു പുലർത്തുന്നർത്ഥം. എന്റെ ജീവിതം ഇപ്പൊ കള്ളു കുടിച്ചാലും വീടി വലിച്ചാലും കുറെ കാലം സഹിക്കും. കുറെ കഴിഞ്ഞാൽ പറയും ഒരു ചുമ തുടങ്ങിയായി, ശ്വാസോദത്തിൽ വിഷമായി. അതുവരെ സഹിക്കുന്നർത്ഥം. ആദ്യകാലത്ത് കള്ളു കുടിച്ച് ലിവർ ഇങ്ങനെ വീർക്കുക ചുരുങ്ങുക. അങ്ങനെ കുറെ കഴിഞ്ഞാൽ വീർക്കും, പിന്നെ ചുരുങ്ങില്ല. അതാണ് സിറോസിസ് കേട്ടോ. അതുവരെ സിറോസിസ് വരുന്നവരെ അവൻ കുടിക്കും. ശ്വാസകോശത്തിൽ രോഗം വരുന്നവരെ അവൻ സിഗരറ്റ് വലിക്കും. വായയിലെ ക്യാൻസർ വരുന്നവരെ മുറുക്കും. ശരീരം പറഞ്ഞു തരും, നമുക്ക് വാണിംഗ് കിട്ടും, അരുതെന്ന് പറയും. അപ്പൊ കൂട്ടാക്കില്ല. ആ സുഖത്തിന്റെ പ്രത്യേക താൽക്കാലിക സുഖത്തിന് വേണ്ടി നാം ശരീരത്തെ ബലി കഴിക്കുകയാണ്. അതിനെ മനുഷ്യൻ വളരെ അധികം ഈ പറഞ്ഞ പ്രവണതകളിൽ വിട്ട് സ്വയം ശരീരം നശിപ്പിക്കുന്നു. എന്തിനു ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നു? പലരും മുന്നിട്ട് ഉടനെ പ്രശ്നം വയ്ക്കാൻ നോക്കുന്നു. ഗ്രഹപ്പഴയാണോ എന്ന്. ഗ്രഹപ്പഴ കൊണ്ടാണോ ശനിയാണോ പറഞ്ഞു നിങ്ങളോട് സിഗരറ്റ് വലിക്കാനായിട്ട്? ബുധനും ശുക്രനാണോ പറഞ്ഞു കള്ളു കുടിക്കാനായിട്ട്? അവരെ കുറ്റം പറയുന്നില്ല. അവനോനോരോ കുറ്റം ചെയ്തിട്ട് ഗ്രഹത്തിനെ കുറ്റം പറയുന്നു. അപ്പൊ ഉടനെ വൈദ്യനും പറയും, അല്ല വൈദ്യനല്ല, എന്താ പ്രശ്നം വെക്കാന്ന് പറയും. ഈ ശനി അവിടെ നിൽക്കുന്നുണ്ട്, ശനിയുടെ കോപം കൊണ്ടാണ് നിങ്ങൾക്ക് രോഗം എന്ന് പറയുമ്പോൾ അതിലായിരിക്കും ശനിയുടെ കോപം കൊണ്ടാണ്. അപ്പൊ അതിനൊരു പൂജ ചെയ്താൽ മതി. ഒരു പൂജയായിട്ട് സിഗരറ്റ് വെച്ചിട്ടുണ്ടാ പൂജ ചെയ്യണതേ. പിന്നെ നോക്കുക, ഗ്രഹങ്ങളെ കുറ്റം പറയുന്നു, നമ്മളെ നക്ഷത്രങ്ങളെ കുറ്റം പറയുന്നു, സൂര്യനെയും ചന്ദ്രനെയും കുറ്റം പറയുന്നു, ഈ പറഞ്ഞ പ്രപഞ്ചത്തെ നടക്കുന്നതായിട്ടുള്ള വായുവിനെ കുറ്റം പറയുന്നു, സൂര്യപ്രകാശത്തെ കുറ്റം പറയുന്നു, പച്ചവെള്ളത്തെ കുറ്റം പറയുന്നു. ആള് തലയിൽ വെള്ളം വീണ് നടുക്കിങ്ങനെ വീണു, അതുകൊണ്ട് എനിക്ക് രോഗം പിടിച്ചു. പച്ചവെള്ളം മൂക്കത്ത് വീണു, ജലദോഷം പിടിച്ചു. കുറ്റം പറയല്ലേ? അപ്പൊ സർവത്തിനെയും കുറ്റം പറഞ്ഞിട്ട് ഒടുക്കം. പിന്നെ അതല്ല, പാരമ്പര്യമാണ്. എന്റെ അച്ഛന് ആസ്മ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ആസ്മ ഉണ്ടായി. അച്ഛനില്ലായിരുന്നു, പക്ഷെ അച്ഛന്റെ അച്ഛൻ ഉണ്ടായിരുന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആസ്മ വന്നേ. അതും പറയും. ചില ഡോക്ടർമാരും വൈദ്യമാരും ചോദിക്കും അച്ഛൻ ഉണ്ടായിരുന്നോ? ഇല്ല. വൈദ്യമാർ ചോദിക്കുന്ന എനിക്കറിയില്ല. സർവ്വരോഗം ഇന്ന് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ തള്ളികളാൻ എളുപ്പമുണ്ട്. പിന്നെ ചോദിക്കില്ലല്ലോ. രോഗം മാറിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പാരമ്പര്യമാണല്ലോ. രോഗം പാരമ്പര്യമാണെങ്കിൽ ഇന്ന് മനുഷ്യരാജി ഭൂമിയിൽ ഇല്ലല്ലോ. മനുഷ്യരാജി ഇല്ല ഭൂമിയിൽ. ഈ രോഗങ്ങൾ മുഴുവൻ പാരമ്പര്യമായിരുന്നെങ്കിൽ അനാദികാലം മുതൽ മനുഷ്യൻ ഇതിനു മുമ്പ് അസ്തമിക്കാനുള്ള ഭൂമിയിൽ നിന്ന് എല്ലാവരും പോയാനല്ലോ. രോഗം പാരമ്പര്യമാവാൻ സൃഷ്ടിയിൽ അതിന് വ്യവസ്ഥയില്ല. രോഗം പാരമ്പര്യമാവാനായിട്ട് കുഷ്ഠം പിടിച്ചതായിട്ടുള്ള ഒരു സ്ത്രീ പ്രസവിക്കുന്ന കുട്ടിക്ക് യാതൊരു രോഗവും കുഷ്ഠവുമില്ല, ഒന്നുമില്ല. കുട്ടി ഉടനെ മാറ്റിയാൽ മതി. അവിടുന്ന് അവിടെ സങ്കല്പം മാറ്റണം. കുട്ടിക്ക് കുഷ്ഠമില്ല. എവിടുന്നാ ഈ പാരമ്പര്യം? എവിടുന്നാ ഈ പാരമ്പര്യം? പറയൂ. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പേപ്പറിൽ. കുഷ്ഠം പിടിച്ച ഒരു അമ്മ പ്രസവിക്കുന്നതായിട്ടൊരു കുട്ടിക്ക് കുഷ്ഠമില്ലെന്നാ പറഞ്ഞേ. വളരെ ആരോഗ്യമാണ്. ഇവരുടെ ഡേയ്സിന് ഒരു ആർട്ടിക്കിളിൽ വന്നു, അമേരിക്കയിലെ ഒരു ഡോക്ടർ സ്വന്തം ഭാര്യയ്ക്ക് ലൂക്കേമിയായിരുന്നു, അങ്ങനത്തെ ക്യാൻസർ. ആ ക്യാൻസർ പിടിച്ച് അവർ മരിക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയ്ക്കാണ് പ്രസവിച്ചപ്പോൾ ആ കുട്ടിക്ക് യാതൊരു രോഗവുമില്ല. കുട്ടിക്ക് ലൂക്കേമിയുടെ ലേശം പോലും ഇല്ല എന്ന് പറഞ്ഞു. രോഗം പാരമ്പര്യമാണെങ്കിൽ ആ കുട്ടിക്ക് ലൂക്കേമി പിടിക്കണ്ടേ? ഇല്ല. പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മൾ അതിൽ വഴിതെറ്റിപ്പോണു. അലർജി എന്ന് പറയണു. അലർജി അതൊരു പുതിയ ഏർപ്പാടാ. എനിക്ക് അലർജിയാ സാറ്. എന്താ അലർജി? അലർജി എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ് കവർ ടു ഷോ ഇഗ്നോറൻസ്. എനിക്ക് രോഗത്തെ പറ്റി അറിയില്ല, ഒരു വാക്കും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുക. അലർജി, പാരമ്പര്യം, അലർജി. ഡോക്ടർമാർക്ക് പറയാമല്ലോ അലർജി. വൈദ്യന്മാർ പോലെ അടിച്ചുവിടണ്ട. ഇപ്പൊ അലർജിയാ പുതിയ കൊണ്ടുപിടുത്തല്ലേ. അലർജി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചികിത്സയില്ല അതിന്. അതങ്ങനെ അലർജിയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അലർജി മാത്രം ചികിത്സിച്ചാൽ മതി. അലർജിക്കുള്ളതായ ചികിത്സ ചെയ്താൽ മതി. രോഗത്തിന് ചികിത്സയില്ല, അലർജിക്ക് ചികിത്സ ചെയ്താൽ മതി. വേറൊരു പേരും ഉണ്ടായിരുന്നു, ഇഡിയോപ്പതി. എന്തെന്ന് മനസ്സിലാവില്ല. ഇഡിയോട്ടിക് ചികിത്സയോ ഇഡിയോപ്പതി ഉണ്ടായിരുന്നു പണ്ട്, കഴിഞ്ഞ സെഞ്ചുറിയിൽ. ഇഡിയോപ്പതി എന്ന് പറഞ്ഞു. എന്ത് പതി എനിക്കറിയില്ല. ഇവിടെ പതിയില്ല. ഹോമിയോപ്പതി, അലോപ്പതി, നാച്ചുറോപ്പതി. നാച്ചുറോപ്പതി അല്ല, നാച്ചുറൽ ലിവിംഗ് ആണ്.
നോ പതി ഹിയർ, വി ആർ നോട്ട് പതി. നിങ്ങൾ പതിയില്ല അവിടെ. നാച്ചുറോപ്പതി എന്നല്ല എന്റെ വാക്ക്, നാച്ചുറൽ ലിവിങ്. ഞാൻ ശക്തമായി പറയാൻ കാരണം നമ്മുടെ വൈദ്യസാറ് എന്റെ നേരെ ഇന്ന് ചെറുതായിരുന്നു ഒരു പറയണ്ടായി. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. എനിക്ക് നോ ആക്സ് ടു ഗ്രൈൻഡ്. എനിക്കൊന്നും വേണ്ട, നിങ്ങളുടെ എനിക്കൊന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും ആരോഗ്യം സമ്പാദിച്ചു സുഖമായി ജീവിക്കൂ. അതാണ് എന്റെ സമ്പത്ത്. എന്റെയും പണിക്കരെയും സമ്പത്ത് അതാണ്. നിങ്ങൾക്ക് വേറെ സമ്പത്തില്ല. നിങ്ങളുടെ നിന്ന് പണമെന്ന് ആവശ്യമില്ല, ഒരു പൈ വേണ്ട. നിങ്ങളെല്ലാം സുഖമായി ജീവിച്ചാൽ അത് മതി എനിക്ക്. അപ്പൊ രോഗകാരണം വെറുതെ അതിലേക്കോട്ട് പറഞ്ഞു പോകണ്ട. വേറെ കാര്യം, രോഗകാരണം ഇതേമാതിരി നമ്മുടെ മൂത്രത്തിൽ കൂടെ പോവേണ്ട വസ്തുക്കൾ മൂത്രം മുഴുവൻ പോയിട്ടില്ല, മലത്തിൽ കൂടെ പോവേണ്ട വസ്തു പോയിട്ടില്ല. മലവും ഇതൊക്കെ വല്ലപ്പോഴേ പോകുള്ളൂ, ആഴ്ച ഒരിക്കൽ 2 ദിവസം കൂടുമ്പോഴേ പോകുള്ളൂ. അപ്പൊ മലം കെട്ടിക്കിടക്കും. മൂത്രം തന്നെ ശരിക്കും പോവുകയില്ല, മുഴുവൻ ഒഴിഞ്ഞു പോവുകയില്ല. സമയമില്ല ഒന്നിനെ. മൂത്രം പോകാൻ സമയമില്ല, മലം പോകാൻ സമയമില്ല. ശ്വാസോച്ഛ്വാസം നടക്കാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ മരിച്ചു പോകില്ലേ. അതും പകുതി കഴിക്കുള്ളൂ. ശ്വാസോച്ഛ്വാസന്റെ ശ്വാസകോശവും ഇങ്ങനെ ഇരിക്കും. അതിന്റെ മുകളിലാണ് ഈ വീടി വലിയും പോരെ. ഇപ്പൊ ഇങ്ങനെ ശരീരത്തില് വളരെയധികം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. ഈ മാലിന്യങ്ങളുടെ ആധിക്യം വളരെ അധികമാവുമ്പോൾ ജീവന് ഈ ശരീരത്തെ കൊണ്ടുനടക്കാൻ സാധ്യമല്ല. ജീവനൊരു പ്രത്യേക ആവേശം കിട്ടിയിട്ടുണ്ട്. ആരാ കൊടുത്തത് എനിക്കറിയാൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവൻ ആത്മശക്തിക്ക് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പരമാത്മാവായിരിക്കാം ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. ഇവനെ വേഗം ഇവന്റെ ജീവാവസാനം വരുത്തരുത്, ഇവനെ രക്ഷിക്കണം. രക്ഷിക്കാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമെന്ന് പറയും. അപ്പൊ അസാധാരണമായിട്ടുള്ള ചില എലിമിനേഷൻ, വിഷത്തിനെ പ്രവൃത്തി നടത്തുന്നു. ഇതാണ് രോഗം. സാധാരണ രീതിയിലുള്ള വിസർജനം കൂടാതെ അസാധാരണ രീതിയിലുള്ള വിസർജനം നടത്തുക ചെയ്യുന്നത്. അതാണ് രോഗങ്ങൾ മുഴുവൻ. അതാ അസാധാരണ രീതിയിൽ കൂടി. ഇത് സാധാരണ രീതിയിൽ കൂടെ നടക്കണില്ല. ഞാൻ പറയാമല്ലോ, മലം കെട്ടിക്കിടക്കണു, വയറിളക്കം ഉണ്ടായി, അസാധാരണമായ പ്രവൃത്തിയാണ്. മൂത്രം ശരിക്കും പോകണില്ല, മൂത്രം ഒരുപാട് അങ്ങ് പോയി, അസാധാരണ പ്രവൃത്തിയാണ്. ശ്വാസോച്ഛ്വാസം ശരിക്കും നടക്കണില്ല, ആസ്മ ഉണ്ടാക്കി വലിപ്പിക്കുക. മനസ്സിലായോ? ഇതൊക്കെ അപ്പൊ സർവ്വരോഗങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ജീവൻ ചെയ്യുന്ന സൽപ്രവൃത്തിയാണ്. ഇത് വാഗ്ബടാചാര്യന്റെ വാക്കാണ്, എന്റെ വാക്കല്ല. സൽപ്രവൃത്തി പറയുമെന്ന് എനിക്കറിയില്ല. സൽപ്രവൃത്തി ഞാൻ വ്യാഖ്യാനിക്കാം. ഒരു രോഗവും നിങ്ങളെ ഉപദ്രവിക്കാനല്ല. ശരിയാണ്, വേദനയുണ്ട്. വേദനയുള്ളതെല്ലാം നിങ്ങൾ രോഗം എന്ന് പറയുന്നു. വേദന ഇല്ലാത്ത രോഗവുമില്ല അല്ലേ? ശരീരത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ട് നിങ്ങൾക്ക്. ആ കണ്ണ് കാണുന്നു, കണ്ണ് കാണുന്നതുകൊണ്ട് വേദനയുണ്ടോ? നല്ലത്. ചെവി നല്ല ആനന്ദമോട്ടുകൂടി എന്തെല്ലാം പാട്ട് കേൾക്കണു, അത് പ്രവൃത്തിയല്ലേ? സന്തോഷം ഉണ്ട് അതിന്റെ മുകളിൽ, അത് നല്ലതാ. ശ്വസിക്കാൻ പറ്റണു, നല്ല വാസനകൾ, നല്ലതാ. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, നല്ലതാ. ഹൃദയം തുടിക്കണു, അതിന് ആരും കുറ്റം പറയാറില്ല. ഓ, തുടിക്കുമ്പോ വിഷമമൊന്നുമില്ലല്ലോ, തുടിക്കണു, തുടിക്കണ്ട്, കുഴപ്പമൊന്നുമില്ല. ശ്വാസോച്ഛ്വാസം ചെയ്യണു, എന്ത് സുഖമാണുള്ളത്. നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റുന്നു. ശരീരത്തിലെ ആ മലം പോകുമ്പോഴും മൂത്രം പോകുമ്പോൾ പോലും എന്തൊരു സുഖമാണെന്നറിയാമോ? ഒരു പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല, നല്ലവണ്ണം മലം പോയി കഴിഞ്ഞാൽ ആവൂ എന്ന് പറഞ്ഞ എനിക്ക് ആൾക്കാരില്ലേ കക്കൂസിന്ന്, പുറത്തൊന്നും പറയില്ലായിരിക്കാം. ആവൂ, നല്ല സുഖം, തലയുടെ ഭാരം കുറഞ്ഞു. തലയുടെ ഭാരം എങ്ങനെ കുറഞ്ഞ്? ഇവിടെ മലം പോയാൽ തലയുടെ ഭാരം കുറയോ? മല ഇവിടുന്നാ പോയത്, തലയുടെ ഭാരം കുറഞ്ഞു. ആ ശരീരം മുഴുവൻ ലൈറ്റായിന്ന്. അതുപോലും ആ മല മുഴുവനും പോയി കഴിഞ്ഞാൽ അവസാനം ഒരു സുഖാനുഭൂതിയാണ്. മൂത്രം പോകുമ്പോൾ അവസാനം മൂത്രം പോകുമ്പോൾ ഒരു സുഖമാണ് തോന്നുന്നത് ഇല്ലേ? എല്ലാവർക്കും അറിയാം, അനുഭവിക്കാമല്ലോ. അപ്പൊ ശരീരം ചെയ്യുന്ന സർവ്വപ്രവൃത്തികളും സുഖദായകമാണെന്ന് മനസ്സിലാക്കൂ. ജീവൻ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. നിങ്ങളുടെ ജീവൻ എന്റെ പ്രാണൻ, എന്റെ ആത്മാവെന്ന് പറയുന്നില്ലേ? ആ എന്റെ ആത്മാവ്, എന്റെ പ്രാണൻ എന്നെ ഉപദ്രവിക്കില്ല. ഈ വിശ്വാസം വേണം. ആത്മാവാണ് സർവ്വം ചെയ്യുന്നത്. ഈ ശ്വാസകോശം പ്രവർത്തിക്കുന്ന അദ്ദേഹമാണ്, ഹൃദയം തുടിപ്പിക്കുന്ന അദ്ദേഹമാണ്, നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച തന്ന അദ്ദേഹമാണ്, നിങ്ങൾക്ക് ചെവിക്ക് കേൾക്കാനുള്ളതായിട്ടുള്ള ശക്തി കിട്ടിയതും അദ്ദേഹത്തിന്റെ പ്രകൊണ്ടാണ്. കേനേഷിതം പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രേഷിയുക്ത കേനേഷിതാം വാചമിതാം വദന്തി ചക്ഷുസ്ത്രോത്രം ഉദേവോ യുനക്തി. കേനോപനിഷത്തില് ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ് ഗുരുവിനോട്. കേനേഷിതം പ്രേഷിതം മനഃ, എവിടെയാണ് ഗുരു ഈ മനസ്സിങ്ങനെ അവിടെ പോയി ചഞ്ചലം ഇങ്ങനെ ഓടി നടക്കണേ? ആരാ നിന്റെ ആര്? നിന്റെ പ്രേക്ഷിതാവാരെന്ന് ഇങ്ങനെ മനസ്സിനെ ഓടിക്കുന്നത് ആരാണെന്ന്?
പ്രഥമ പ്രഥമയെ പ്രേക്ഷിയുദ്ധ. പ്രാണൻ ആദ്യമായിട്ട് ജനിക്കുമ്പോൾ ആദ്യമായിട്ട് വലിക്കാൻ പറയുന്നത് ആരാ? അല്ല, പറയാൻ ചോദ്യം ചോദിക്കാണ്. കേനേഷിതം മന പ്രേഷിത പന പ്രഥമ പ്രേക്ഷിയുക്ത കേനേഷിതാം വാദമിതാം വദന്തി. നിങ്ങൾക്ക് വാക്കുകൾ പറയാനായിട്ട് പ്രേക്ഷിതയാക്കുന്ന ആരാ? ചക്ഷുസ്ത്രോത്രം കം ഉദയവും. ചക്ഷുസ് കണ്ണിനെ കാഴ്ച തരുന്നത് ആര്? ചെവിക്ക് കേൾക്കാൻ പറ്റുന്നത് ആര്? ചോദ്യം ചോദിക്കാണ്. പറഞ്ഞു തരൂ ഗുരുവോ എന്നാ പറയണത്. എന്നിട്ട് ആ ചോദ്യം മുഴുവനും ഒരു ഉത്തരം പറയാണ്. ഇത് എല്ലാത്തിന്റെയും പുറകില് ജീവാത്മാവ്. എന്നാൽ മരണം കഴിഞ്ഞാൽ, ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. നിങ്ങളുടെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല, കാണില്ല. ചെവിക്ക് യാതൊരു കുഴപ്പമില്ല, കേൾക്കില്ല. നാക്കിന് യാതൊരു കുഴപ്പമില്ല, വർത്തമാനം പറയില്ല. ശ്വസനേന്ദ്രിയത്തിന് യാതൊരു കുഴപ്പമില്ല, ശ്വസിച്ചാൽ അറിയില്ല മരണം കഴിഞ്ഞാൽ. അപ്പൊ ജീവൻ ഇടത്തരം കാലം നടക്കുന്നു. ജീവനാണ് എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നത്. ഇതാണ് പ്രേരണാശക്തി. ആ പ്രേരണാശക്തി ഇത്രയും സുന്ദരമായിട്ട്, ഇത്രയും ഭംഗിയായിട്ട് നിങ്ങളുടെ ശരീരത്തെ കാത്തുരക്ഷിക്കുന്നു 24 മണിക്കൂറും. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നാവസ്ഥയിലും സുഷുപ്തിയാവസ്ഥയിലും. എന്താ സുഷുപ്തി? ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നഷ്ടപ്രജ്ഞമായി. നിങ്ങൾക്ക് കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല, ശരീരം തന്നെയില്ല. നല്ല സുഷുപ്തിയില്. ഭാര്യയില്ല, കുട്ടികളുമില്ല. നിങ്ങൾ 7 ലക്ഷം രൂപ കെട്ടിയ കെട്ടിടവുമില്ല. 4 മാരുതിക്കാരനെങ്കിൽ 4 മാരുതിക്കാരൻ അസ്തമിച്ചു. ബാങ്കിൽ 2 കോടി രൂപ ഉണ്ടെങ്കിൽ അതും കാണാനില്ല ഈ സമയത്ത്, ഇല്ലേ? ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുഖം, സുഷുപ്തി അവസ്ഥ. ഈ അവസ്ഥയിലും ആരാണ് നിങ്ങളുടെ ശരീരത്തെ നോക്കുന്നത്? ജീവാത്മാവ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഡെഡ് ഫോർ ദി വേൾഡ് ആണ്, മരിച്ചിരിക്കുക നിങ്ങൾ. അതായത് സബ്ജക്റ്റീവ്ലി വി ആർ ഡെഡ് ടു ദ വേൾഡ്. പക്ഷെ വേറൊരാൾ പറയും, രാമൻ കിടന്ന് ഉറങ്ങാന്നില്ലേ? നിങ്ങള് സുഷുപ്തി കിടക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് കംപ്ലീറ്റും പോകുന്നു. സർവവും ലയിച്ചു പോവാണ്, ഒന്നുമില്ല ബാക്കി. ആ സമയത്ത് നിങ്ങൾ യാത്രരക്ഷിക്കുന്ന ആരാ? ജീവാത്മാവ്. സർവ്വ ഇന്ദ്രിയങ്ങളെയും അകത്തേക്ക് വലിച്ചിട്ട് നിങ്ങളെ സുഷുപ്തിയിലേക്ക് കൊണ്ടുപോവാണ്. എന്തിനാ കൊണ്ടുപോണേ? അടുത്ത ദിവസത്തേക്കുള്ള എനർജി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ചോദിക്കും എനർജി എവിടുന്നാ വരേണ്ടതെന്ന്. ഓരോ ദിവസവും കുറച്ച് എനർജി തരികയാണ്. ഈ 100 കൊല്ലം ജീവിക്കേണ്ട എനർജി ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ വിഷമല്ലേ? ഓരോ ദിവസത്തേക്കും ജീവിക്കാനുള്ള എനർജിയാണ്. ആ 16 മണിക്കൂർ ജോലി ചെയ്യാനുള്ള എനർജി തരും. അത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാതെ നിവൃത്തിയില്ല. ആ 7-8 മണിക്കൂർ ഉറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് എനർജി വീണ്ടും കിട്ടുന്നത്. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ പ്രപഞ്ചവുമായിട്ട് ലയിച്ചിട്ട് ഒരു പക്ഷേ ബ്രഹ്മത്തിൽ ലയിക്കുകയാണ് സകലവരും. നോട്ട് ഓൺലി മാൻ, എവരി ലിവിംഗ് ബീയിങ്. ഞാൻ ആധ്യാത്മിക തത്വം പറയാണ്, വെറും സയന്റിഫിക് ഫാക്ടാണ്. ഇത് മതമല്ല പ്രശ്നം, മതപ്രസംഗം അല്ലാതെ ശാസ്ത്രമാണ് ഈ പറയുന്നത്. ശാസ്ത്രം. ആ പ്രപഞ്ചത്തിൽ ലയിക്കുന്ന അവസ്ഥ എന്താണ്? അവസ്ഥ സുഷുപ്തിയില്. എത്ര ആനന്ദം എവിടെയല്ലേ? എല്ലാരും പറയുമല്ലോ, സുഖമായി ഉറങ്ങി, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന്. നീ പറഞ്ഞേ, സുഖമായി ആരുറങ്ങി? ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണ്ട്. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു അവിടെ ഇല്ലേ? ഞാനില്ലാനും. ഞാൻ ഉണ്ടായിരുന്നു, ഞാനില്ല. ആ അവസ്ഥയാണ് സുഷുപ്തി. മനസ്സിലായോ? ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനില്ല. ഞാൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ വരില്ലേ എന്താ സുഷുപ്തി എന്തൊക്കെ നടന്നു എന്ന്? സുഷുപ്തി എന്തൊക്കെയാണെന്ന് അറിയില്ല. സ്വപ്നാവസ്ഥയിലപ്പോൾ ഓർമ്മയുണ്ടാവും. സുഷുപ്തിയില് ആ സുഖമായ നിദ്രയിൽ നിങ്ങൾക്ക് എന്താണെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. ആ ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് പരമാനന്ദം. ഇതാണ് വേദാന്തം. ഇതാണ് ശരിയായ ശാസ്ത്രം. ഇത് പുതുമയൊന്നുമല്ല. ഇതിനെ ആരാഞ്ഞാണ് നമ്മുടെ ഋഷിമാരും ഇതിലും മുമ്പോട്ട് പോയിട്ടുള്ളത്. ആ സുഷുപ്തി കിട്ടുന്നതായിട്ടുള്ള സുഖാനുഭൂതി ഉണർന്നിരിക്കുമ്പോഴും കിട്ടാൻ പറ്റുമോ എന്നാണ് അവർ ആലോചിച്ചത്. ഉണർന്നിരിക്കുമ്പോൾ കിട്ടാൻ പറ്റുമോ? അതാണ് സാധന കൊണ്ട് ഉണർന്നിരിക്കുമ്പോഴും നിങ്ങളുടെ കണ്ണിന് കാഴ്ചയില്ലാതാവുക, ചെവിക്ക് കേൾക്കാൻ വയ്യാതാവുക. ആ ഇരുന്നും കൊണ്ട് അതേ സമയത്ത് സർവത്തിനെയും അകത്തേക്ക് വലിച്ചിട്ട് കണ്ണ് തുറന്നാൽ നിങ്ങൾ കാണുകയില്ല, ചെവി കേൾക്കുകയില്ല, ഒന്നും കേൾക്കുകയില്ല. അതാണ് സമാധി. ആ സമാധിയില് ആ സുഷുപ്തി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരമാനന്ദമാണ്. അതിൽ പോയാൽ തിരിച്ചു വരില്ല. ഭയങ്കരമാണ് അതിൽ പോയാൽ. അത്ര സുഖമാണ്, പരമാനന്ദം. പ്രപഞ്ചം മുഴുവനും നമ്മുടേതായി തീർന്നു. ആ ഉറങ്ങുന്ന സമയത്ത് സുഷുപ്തിയില് നിങ്ങളൊന്ന് പറയാറില്ലേ, ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും കേട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന്. എന്താണ് കാരണം? ഈ ഞാൻ എന്ന് പറഞ്ഞ സാധനം പ്രപഞ്ചമായിട്ട് ലയിച്ചപ്പോൾ ഞാനല്ലാതെ വേറെ ഒന്നുമില്ല, പിന്നെ എന്താ കാണാനില്ലേ? ശരി, കടന്നുപോയ വേദാന്തമാണ്, സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കടന്നുപോയ വേദാന്തമാണ്. ഉറങ്ങുന്ന സമയത്ത്, സുഷുപ്തി ഇരിക്കുന്ന സമയത്ത് പറയാറുണ്ട് എല്ലാവരും, ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, ഒന്നും ഇതിൽ പറയില്ലേ,
ഞാൻ കേട്ടൂല, ഞാൻ കണ്ടൂല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? ഞാനല്ലാതെ വേറെ ഒന്നുമില്ല. ആ സമയത്ത് പ്രപഞ്ചമായി ലയിച്ചു കഴിഞ്ഞു. ആ സമയത്ത് ഞാനല്ലാതെ ഒന്നുമില്ല. എന്താ കാണാനുള്ളേ? ഞാനെല്ലാം ഒന്നുമില്ലെങ്കിൽ കേൾക്കാൻ എന്താ ഉള്ളേ? ഞാനെല്ലാം ഒന്നുമില്ലെങ്കിൽ വർത്താനം പറയാൻ എന്താ ഉള്ളേ? ഇതാണ് വേദാന്തത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ഇനി മുമ്പോട്ട് പോണില്ല. കുറച്ചുകൂടെ കഠിനമായിട്ട് പോകും. ഇത് മതി. അപ്പൊ ആ സുഷുപ്തി കിട്ടാനാണ് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടത്. ഇന്ന് ആർക്കും ഉറക്കമില്ല. ഇങ്ങനെ കടന്ന് അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് ഒരു ദിവസം വിളിച്ചാക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടി കാലത്ത്, ഇല്ലേ? ഇതാണ് ആ വിളിച്ചാവണം. ചായ കിട്ടണമല്ലോ. കുറച്ച് കണ്ടിൽ നിന്ന് വെട്ടിക്കില്ലാവണ്ടേ, ഇങ്ങനെ ആവണ്ടേ, ഇങ്ങനെ ഒരാളിങ്ങനെ ആവണമെങ്കിൽ ചായ അല്ലെങ്കിൽ കാപ്പി, അല്ലേ? നോക്കൂ, നമ്മളെല്ലാവരും കുറച്ച് മനസ്സിലാക്കൂ, ശരീരത്തെ പറ്റി മനസ്സിലാക്കൂ. ഈ ശരീരം എന്ന് പറഞ്ഞാൽ വെറും ഭൗതികമായ ശരീരം മാത്രമല്ല. ഇത് കണ്ണാടി മുറിൽ പോയിട്ട് നിങ്ങൾക്ക് 4 മണിക്കൂർ എന്നാലും അകത്തിറങ്ങാൻ മനസ്സിലാവില്ല. അകത്ത് കോടാനുകോടി പ്രവൃത്തി നടക്കുന്നുണ്ട്. കോടാനുകോടി പ്രവൃത്തികൾ നമ്മൾ അറിയാതെ തന്നെ. അപ്പൊ നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കാതെ തന്നെ സർവ്വപ്രവൃത്തികളും ചെയ്യുന്നു. നിങ്ങളോട് ചോദിക്കാതെയാണ് നിങ്ങളുടെ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നത്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണീനാദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പ്രജാമ്യന്നം ചതുർവിധം. ഇത്ര ഭംഗിയായിട്ട് പറഞ്ഞു ഗീതയിൽ. ഞാൻ സർവപ്രാണികളുടെയും, മനുഷ്യന്റെ മാത്രം പറഞ്ഞില്ല, ജഠരാഗ്നി ഇരുന്നും കൊണ്ട് വൈശ്വാൻ എന്നുള്ള അഗ്നി രൂപത്തില് അവർ കഴിക്കുന്ന ഭക്ഷണത്തെ മുഴുവനും പ്രാണന്റെയും അപാനന്റെയും സഹായത്തോടുകൂടി ദഹിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോലും ദഹിപ്പിക്കുന്നത് നിങ്ങളല്ല, ജീവാത്മാവാണ്. നിങ്ങളുടെ ജീവാത്മാവെന്നെങ്കിൽ ആ ഭക്ഷണം ദഹിപ്പിക്കുന്നത്, നിങ്ങളല്ല ദഹിപ്പിക്കുന്നത്. ഞാൻ ഭക്ഷണം ദഹിപ്പിച്ചു എന്ന് പറഞ്ഞത് നോണ നമ്പർ 1. ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ദഹിപ്പിക്കാൻ യാതൊരു കഴിവില്ല. അകത്തുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? എന്താ ഒന്ന് ആലോചിച്ചാൽ മതി.